ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിരന്തരം നമ്മോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ സ്വരത്തെ തിരിച്ചറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പറുദീസായിലെ ആദ്യനാരി പാപത്തിൻ തേൻകനി തിന്നു. പറുദീസായിലെ ആദ്യനാരി പാപത്തിൻ തേൻകനി തിന്നു. കണ്ണീർ തടാകം ചമച്ചു. പാരിജാതമലരേ, പാപത്തിൻ പാഴ്മണ്ണിൽ പൊട്ടി വിടർന്ന പാരിജാതമലരേ, ദേവമാതാവേ. 1 സാമുവേൽ 3:10. ഫസ്റ്റ് ബുക്ക് ഓഫ് സാമുവേൽ ചാപ്റ്റർ 3 വേഴ്സ് 10. അപ്പോൾ സാമുവേൽ പ്രതിവചിച്ചു, കർത്താവെ, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. കർത്താവെ, അരുൾ ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ സാമുവേൽ തുറവിയോടെ നിന്നു കൊടുക്കുന്ന രംഗമാണിത്. നാളെ മുതൽ 15 നോമ്പ് ആരംഭിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് നോമ്പെടുത്ത് ഒരുങ്ങാം. മറ്റുള്ളവരിലേക്ക് ഈ പ്രാർത്ഥന എത്തിക്കാം. നോമ്പെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ക്വാളിറ്റീസിൽ ഒന്ന് സാമുവേലിൽ നമ്മൾ കാണുന്ന ഈ ഭാവമാണ്. കർത്താവെ, അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു. നസ്രത്തിൽ മംഗളവാർത്ത സംഭവിച്ച നേരത്ത് മറിയത്തോട് ദൈവം സംസാരിക്കും. പക്ഷേ അന്നായിരിക്കില്ല ദൈവമാദ്യമായി മറിയത്തോട് സംസാരിച്ചത്. അതിനു വളരെ പണ്ടേ ദൈവസ്വരം കേൾക്കാൻ പാകത്തിൽ മറിയം ഒരുക്കപ്പെട്ടിരുന്നു. ദൈവസ്വരം കേട്ട് ശീലിച്ചിരുന്നു. അങ്ങനെ ഒരു യാത്രയുടെ ഫലമാണ് ഇത്ര വലിയ ഒരു വാർത്തയെ, സുവിശേഷത്തെ, മംഗളവാർത്തയെ ശ്രവിക്കാൻ മറിയത്തെ ഒരുക്കിയത്. ശ്രവിക്കുന്ന ഹൃദയമാണ് ദൗത്യത്തിൻ്റെ ആരംഭം. വൊക്കേഷൻ ബിഗിൻസ് വിത്ത് ലിസണിങ്. കർത്താവിൻ്റെ സ്വരം കേൾക്കാതെ എങ്ങനെയാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ തിരിച്ചറിയുന്നത്? ഈ വരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് നമ്മൾ ഈ പ്രഭാത പ്രാർത്ഥന നടത്തുമ്പോൾ ആദ്യമേ തിരുമുമ്പാകെ വയ്ക്കേണ്ട യാചന ഇതാണ്: കർത്താവേ, നിന്റെ സ്വരം കേൾക്കാൻ പാകത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങട്ടെ. ഓരോ പ്രഭാതത്തിലും
ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്നതിൽ തിടുക്കം കൂട്ടാതെ ഈ ദിവസത്തെക്കുറിച്ച് നിനക്കെന്താണ് ഞങ്ങളോട് പറഞ്ഞു തരാനുള്ളതെന്ന് ചോദിച്ച് നിന്റെ സ്വരത്തിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കാൻ, നിന്റെ വചനത്തിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, സാമുവേലിനെ പോലെ മറിയത്തെ പോലെ നിന്നെ ശ്രവിക്കാൻ തക്കവിധം ഒരുക്കമുള്ള ഒരു ഹൃദയം ഞങ്ങളിൽ രൂപപ്പെടുത്തണമേ. ഏറെ പറയാൻ തിടുക്കം കൂട്ടുന്ന ഞങ്ങളെ നീ കേൾക്കാൻ, നിന്നെ കേൾക്കാൻ പഠിപ്പിക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.